നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴയിലേക്ക് കൈമാറും. ഹരികൃഷ്ണനാണ് ആ വാർത്തയോട് വരുന്നത്. ഹരി, തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു കേസ് ഇതിനോടകം ജയസൂര്യക്കെതിരെ ഉണ്ട്. അടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി വരികയാണോ? ഹാഷ്മി, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജയസൂര്യക്കെതിരെ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്തത്. അത് ഈ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിംഗ് നടന്ന സമയത്ത് അവിടെ ശുചിമുറിയിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു യുവനടൻ തന്നെ കയറി പിടിച്ചു എന്നുള്ള ആരോപണം അത് പരാതിയായി വരുന്നു. ആ പരാതിന്മേലാണ് ഇന്നലെ കേസെടുത്തിട്ടുള്ളത്. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഇത്തരത്തിൽ അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ മാധ്യമങ്ങളോട് ഒരു യുവനടി ഇത്തരത്തിൽ തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ഒരു യുവനടൻ, ഒരു യുവതാരം തന്നെ കയറി പിടിച്ചു എന്ന് പറയുന്നു. അത് ഈ ശുചിമുറിയിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന സമയത്ത് തന്റെ അനുവാദമില്ലാതെ തന്റെ ശരീരത്ത് കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്ന തരത്തിലാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. അത് പിന്നീട് പരാതിയായി വരുന്നു. ഈ പരാതിന്മേലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ യുവനടി മൊഴി നൽകിയിട്ടുണ്ട്. അത് കരമന പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കരമന പോലീസ് ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കൈമാറും. ഈ മധ്യമേഖല കേന്ദ്രീകരിച്ച ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ചുമതലയുള്ള ഐശ്വര്യ ഡോങ്റെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2008 നടന്ന ഒരു സംഭവമാണ്. അന്ന് ഈ യുവനടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഇത്തരത്തിൽ നടന്നു എന്നുള്ളതാണ് അവരുടെ പരാതി എന്ന് പറയുന്നത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ജയസൂര്യക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി, അതായത് രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, ക്രിസ്റ്റീന. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അതിനകത്തെ വ്യവഹാരം ഇത് അന്വേഷിക്കുക ഐശ്വര്യ ഡോങ്റയാകും. ഓരോരോ അന്വേഷണ സംഘങ്ങൾ എന്തായാലും അത് വളരെ സജീവമായി SITയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി മൊഴിയെടുക്കൽ അന്വേഷണ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നു. അറസ്റ്റിലേക്കുള്ള വലിയ അടുത്ത നടപടികളിലേക്ക് വലിയ സ്റ്റെപ്പിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമൊക്കെ അടുത്ത മണിക്കൂറുകളിലും ഈ മണിക്കൂറുകൾക്ക് അറിയേണ്ടതാണ്.